നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ഈ ലോഫ് ലൈനിൽ ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കില്ലേ, അത് മാറാനുള്ളത്. അപ്പോൾ തന്നെ കണ്ണിൻ്റെ ഇവിടെയുള്ള ചുളിവുകൾ മാറാനുള്ളത്, പിന്നെ നെറ്റി ഫോർഹെഡിനുള്ളത്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മസാജിങ് ക്രീം അതൊക്കെ എടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എള്ളെണ്ണയാണ്, നല്ല എണ്ണ എന്ന് പറയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്സൊക്കെ 6 തൊട്ട് 9 പ്രാവശ്യം വരെ നമുക്ക് ചെയ്യാം. സമയം കുറവാണെങ്കിൽ 6 പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ 9 പ്രാവശ്യം വീതം ചെയ്യാം. ഒക്കെ പതുക്കെ ചെയ്യണം. അതായത് അധികം പ്രഷർ കൊടുക്കാണ്ട് നമ്മൾ മസാജ് ചെയ്യണം മുഖത്ത്. അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും മെല്ലെ പ്രസ് ചെയ്യണം കേട്ടോ, അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. നമ്മുടെ മുഖത്തുള്ള മസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ അതിനൊന്നും ഡാമേജ് വരാണ്ട് നമ്മൾ മസാജ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടുന്നതിന് പകരം ദോഷമായിരിക്കും കിട്ടുക, നമ്മൾ അമർത്തി ഇങ്ങനെ മുഖമൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യാം. എല്ലാം 6 പ്രാവശ്യം അല്ലെങ്കിൽ 9 പ്രാവശ്യം അത്ര വീതം ചെയ്യാം. ഇത് നമ്മൾ ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള റിങ്കിൾസ് ഉണ്ടാവില്ലേ, അത് മാറാനും, അതുപോലെ തന്നെ കൺപോള ഇങ്ങനെ താഴേക്ക് ഇടിഞ്ഞ് പോലെ വരില്ലേ, തൂങ്ങി വരില്ലേ, അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ നല്ലതാണ്. ഇത് ഡെയിലി ചെയ്യണം കേട്ടോ, വല്ലപ്പോഴും ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലി നമ്മളിങ്ങനെ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊലിയൊക്കെ ചുളിയും, എല്ലാവരുടെ തൊലിയും ചുളിയും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും തൊലിയുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം നമ്മളെക്കൊണ്ട് കഴിയണത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല ഉറക്കം, നല്ല ഭക്ഷണം കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ഈ ചീക്ക് ബോൺസിലെ ആ ചീക്ക് ബോണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ് കേട്ടോ. പറ്റുന്നവർ 2 നേരം നമ്മളിങ്ങനെ കിടക്കാൻ പോണതിന് മുമ്പായിട്ടും അതുപോലെ രാവിലെ എണീറ്റിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. സമയമുള്ളവർ അല്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്യാം. ഇത് പ്രഷർ പോയിൻറ്റ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അധികം പ്രഷർ കൊടുക്കാണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അതൊക്കെ കൂടുതൽ അമർത്തണ്ട. ഇനി നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ചുളിവൊക്കെ മാറാൻ നമുക്ക് എപ്പോഴും നെറ്റിയിൽ ഒരു വരയുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കുറയും ഇങ്ങനെ എന്നും മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതും അതെ, 6 തൊട്ട് 9 പ്രാവശ്യം വരെ നമ്മുടെ സമയം അനുസരിച്ചിട്ട് ചെയ്യാം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക നമ്മൾ എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ള വയസ്സിനേക്കാളും കൂടുതൽ കാണിക്കണ്ടല്ലോ, കുറച്ച് കാണിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്തു തുടങ്ങാം. നേരത്തെ ചെയ്തു തുടങ്ങിയാൽ അത്രയും നല്ലതാണ്. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണ്ടേ. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവർക്ക്, മക്കൾക്ക്, ഹസ്ബൻഡിന്, എല്ലാ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ സമയം കളയും. നമുക്ക് വേണ്ടി നമ്മളൊരു സമയവും കളയില്ല. അപ്പോൾ ഇതുപോലെ ചില സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മൾ നന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ.
മസാജ് കഴിഞ്ഞു. അവസാനം വെറുതെ ഒന്നിങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം അതോടെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. വീണ്ടും ആ പ്രഷർ പോയിൻറ്റ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേ നമ്മളുടെ മസാജ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല യങ്ങായിട്ടിരിക്കട്ടെ. അതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ബൈ.